ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം കൃഷിയുടെ 7ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ കൃഷി നട്ടത് എന്തൊക്കെയായി, ഇനി എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് 2 ദിവസം നമ്മളെന്തോ ഈ കപ്പയുടെ പുറകെ പോയി കഴിഞ്ഞു അല്ലേ? കപ്പയുടെ രുചി കൊണ്ട് നമ്മൾ കപ്പയുടെ പുറകിലോട്ട് പോയി. അപ്പം നമുക്ക് എല്ലാവരും വിഷമായിരിക്കില്ലേ കൃഷി കാണിക്കാത്തതുകൊണ്ട്. അപ്പം കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു, വേറെ കുറേ പേർക്ക് നമ്മുടെ കപ്പ ബിരിയാണിയും കപ്പ പുഴുക്കൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പാചകമായിട്ടൊക്കെ വരാൻ കേട്ടോ. അപ്പം പിന്നെ പാചകവും വേണം, കൃഷിയും വേണം, രണ്ടും വേണം. നമ്മൾ കൃഷി ചെയ്യുന്നത് വെച്ച് പാചകം കൂടെ കാണിക്കുമ്പോഴല്ലേ അതിന്റെ ഒരു രസം എന്ന് പറയുന്നത് അല്ലേ? മിനീസ് ലൈഫ് സ്റ്റൈൽ അല്ലേ, മിനീസ് കൃഷി അല്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഓണം കൃഷി ചാലഞ്ചിന്റെ കൂടെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. എന്താണ്? നമ്മൾ കൊക്കടമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. പുതിയൊരു സാധനമാണ്, ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയി. അപ്പൊ പിന്നെ നിങ്ങളെ കാണിച്ചാൽ എന്താന്ന് വളരെ ഈസി ആയിട്ട് അത് ഉണ്ടാക്കാം അല്ലേ? മമ്മി ഒരു പ്രത്യേകതരം രീതിയാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് തുടങ്ങാം. അപ്പൊ നമുക്ക് തുടങ്ങിക്കളയാം. എവിടെ പോവാ ബ്രൂണോ? കപ്പ ബിരിയാണി തീർന്നോ ബ്രൂണോ? കപ്പ വേണമായിരുന്നോ? കപ്പ ബിരിയാണി. ഇതിൽ നിന്നാണ് ഞാൻ കൊക്കടാമ ഉണ്ടാക്കാനായിട്ട് ചെടികൾ എടുത്തത്. അപ്പം അതേപോലെ ഒരെണ്ണം ഉണ്ടാക്കി ഇത് ഈ ചെടി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അത് നല്ലോണം നിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും ഞാൻ തൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് നല്ലതുപോലെ വരുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കൊക്കടാമ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ വെർട്ടിക്കൽ ഗാർഡനകത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുക ആദ്യം. അതിനകത്ത് വേര് പിടിച്ചതിന് ശേഷം മാത്രം നമ്മളതിനെ എടുക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കൊക്കടാമ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ചെടി വേണം. പിന്നെ നമുക്ക് ഈ പൂപ്പായൽ എന്ന് പറയുന്ന സംഭവം വേണം, മോസ്. പൂപ്പായൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നമ്മുടെ പിന്നെ മതിലേലും പിന്നെ ഒക്കെ നിൽക്കുന്ന ഒരു സംഭവമാണിത്. മഴയത്ത് നല്ലതുപോലെ നല്ല ആരോഗ്യത്തോടെ വളർന്ന് നിൽക്കുന്നതാണ്. അപ്പം നല്ല പാളം മാതിരി നമ്മളിങ്ങനെ കോരിയെടുക്കണം. അത് നമ്മളെ കത്തിയോ വല്ലതും വെച്ചിട്ട് വേണം ഇത് എടുക്കാൻ, കത്തിയോ ചട്ടുവോ വെച്ച് വേണം ഇത് എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് നൂല് വേണം. പിന്നെ ഇത് ഹാങ് ചെയ്തിടാനായിട്ട് ഇച്ചിരി ബലമുള്ളൊരു പ്ലാസ്റ്റിക് നൂല് വേണം. പിന്നെ ഇങ്ങനെ ഇച്ചിരി പച്ച തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല, ഇതും ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഈ ചെടി ഉണ്ടല്ലോ, ഇതിൽ നിന്ന് നല്ലതുപോലെ ഇതിൽ നിന്ന് എടുക്കണം. അപ്പം നമ്മൾ ഈ ചട്ടിയിൽ നമ്മൾ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ ചാണകപ്പൊടിയും നമ്മുടെ ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് നട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. 4 വശത്തു നിന്നും അങ്ങോട്ട് കത്തി ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് അപ്പോൾ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതിനെ ഇങ്ങനെ കുടഞ്ഞെടുക്കാം. അപ്പം അതിലിരിക്കുന്ന മണ്ണിൻ്റെ അതേ ഷേപ്പിൽ നമ്മളിഞ്ഞ് എടുക്കുകയാണ്. എടുത്തിട്ട് നമ്മളൊന്ന് അതിനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. തറയിൽ നമ്മുടെ മണ്ണ് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. നല്ലതുപോലെ അങ്ങ് ഉറപ്പിക്കാം. നനവ് വേണം കേട്ടോ. നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചെടിച്ചട്ടി ഒന്ന് നനയ്ക്കണം, എങ്കിലേ ആ മണ്ണ് നമ്മുടെ പരുവത്തിന് കിട്ടുകയുള്ളൂ. കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ ഉരുട്ടിയെടുക്കണം. അപ്പം നമ്മുടെ ചെടിയാണ് നല്ല പൈനാപ്പിൾ മാതിരിയാണ് ഇരിക്കുന്നത്, കണ്ടോ? അതേലോട്ട് നമ്മൾ ഈ പൂപ്പായൽ ഒട്ടിച്ച് വെക്കണം. കണ്ടല്ലോ? ഇതിപ്പം നമ്മുടെ മതിലിൽ നിന്നൊക്കെ നമ്മളിത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ പൂപ്പായൽ എടുക്കുമ്പോൾ നല്ല കനത്തെ വേണം എടുക്കാനായിട്ട്. ഈ മണ്ണോടെ ചേർത്ത് വേണം എടുക്കാനായിട്ട്. ഇപ്പം നല്ലതാണ്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ അങ്ങ് വെക്കാം. കണ്ടോ? അപ്പോൾ ആ പൂപ്പായലിനെ നമ്മളൊന്ന് നനയ്ക്കണം. അപ്പോൾ നമ്മളിത് ഒരറ്റത്തിൻ്റെ നമ്മളിത് കവർ ചെയ്ത് വരാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ കയ്യിൽ അധികം അഴുക്കും മണ്ണുമൊക്കെ ഇരുന്നാൽ പ്രശ്നമാകും. ഇടയ്ക്കൊന്ന് കൈ നനച്ചിട്ട് ഉണക്കിയിട്ട് ചെയ്താൽ നല്ലതായിരിക്കും അല്ലേ? ഓരോ സൈഡും നമ്മളിങ്ങനെ കവർ ചെയ്ത് ഒട്ടിച്ച് വെക്കണം. കണ്ടോ? ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ മണ്ണിനും നമ്മുടെ പൂപ്പായലിനും ഇച്ചിരി നനവുണ്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ഉറച്ചിരിക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ പൂപ്പായലെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു നൂല് വെച്ച് ഇതെല്ലാം ഒന്ന് കെട്ടി വയ്ക്കണം. അപ്പോൾ ഇതേ കളർ നൂല് വെച്ച് വേണം നമ്മൾ കെട്ടാനായിട്ട്. വരണേ വരും, ഞാൻ കെട്ടാം. അപ്പോൾ നമ്മുടെ പൂപ്പായലെല്ലാം ഉറച്ചിരിക്കാനായിട്ട് നമുക്ക് നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ചുറ്റി കൊടുക്കാം. നമ്മുടെ നീളത്തിലൊക്കെ നല്ലതുപോലെ വീതിക്കൊക്കെ നമ്മൾ പൂപ്പായലെടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു 2-3 കഷ്ണം കൊണ്ടെങ്കിൽ നമുക്ക് പണി തീർക്കാവുന്നേ ഉള്ളൂ. ചെറുതാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഇളകി പോകാനായിട്ട് സാധ്യതയുണ്ട്. നല്ലതുപോലെ കുറേ ചുറ്റിയിട്ട്
അവസാനം ഒരു കെട്ടും കൂടെ കെട്ടുക. അപ്പോൾ നമ്മളത് എല്ലായിടവും ചുറ്റിക്കഴിഞ്ഞു. അപ്പോൾ അത് നൂലൊക്കെ കെട്ടി നല്ല റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കതിനെ ഹാങ് ചെയ്ത് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതായ വള്ളി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല പച്ച ഇങ്ങനത്തുള്ളൊക്കെ വള്ളി വാങ്ങിക്കാൻ കിട്ടും, പ്ലാസ്റ്റിക്കിൻ്റെ. ഇതാകുമ്പം ഹാങ് ചെയ്ത് ഇടുന്നാൽ അങ്ങനെ കിടന്നോളും. അപ്പോൾ നമുക്ക് 3 ഇഴ വേണം. നമ്മുടെ ഉറി മാതിരി എടുത്തോളൂ, വെറുതെ സിമ്പിളായിട്ട് അങ്ങ് ഇടുവാണേ. അപ്പോൾ വേണ്ട 3 വള്ളി എടുത്തിട്ടുണ്ട്. ഒരേ വലുപ്പത്തിലുള്ള 3 വള്ളി എടുക്കുക. അതിൻ്റെ ഒരറ്റം കെട്ടുക. നമുക്ക് അതിനകത്തോട്ട് ഹാങ് ചെയ്ത് ഇടാം. അപ്പോൾ ഈ അറ്റം കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് വയ്ക്കാം. നമുക്ക് വയ്ക്കുമായിരുന്നേ. കുറച്ചുകൂടെ കഴിയുമ്പം വേറെ നല്ല ഹാങ്ങിങ് ഒക്കെ ഉണ്ടാക്കും ഇവിടെ. വേറെ കുറേ സംഭവമൊക്കെ ഇരിപ്പുണ്ട് ഉണ്ടാക്കാനായിട്ട്. ഒരേ ലെവലിൽ ഇടാം. ഉണ്ടാക്കിട്ട് ഇവിടെ ആക്കി കിട്ടാ മതി. വേറെ ചെയ്യും കണ്ട. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം എല്ലാ ഭാഗത്താണ്ട് വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കുക. അതൊന്ന് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ, നമ്മുടെ സ്പ്രേയറും കൊണ്ട്. പലരും ചോദിക്കാറുണ്ട് എവിടുന്നാണ് ഈ സ്പ്രേയറൊക്കെ വാങ്ങിക്കുന്നത്. ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്കും കയറി വാങ്ങിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈൽസിൻ്റെ പീസൊക്കെ വെക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ അതിൻ്റെ ടൈൽസിൻ്റെ പീസ് വെച്ചേക്കാം, അതൊന്ന് കാണിച്ചേക്കാം ഇതിനെ. അപ്പോൾ ഇതിനകത്ത് ഒരിക്കലും ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. ഇത് സ്പ്രേ ചെയ്താൽ മാത്രം മതി കേട്ടോ. 2 നേരം നിങ്ങൾ നനച്ചു കൊടുക്കുക. ഇത് ഈ പായലെന്ന് വെച്ചാൽ നനവില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ നേരത്തെ ഉണ്ടാക്കിയത് നല്ലതുപോലെ കിടപ്പുണ്ട്. അതും കൂടെ നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മുടെ കൊക്കടാമ നിൽക്കുന്നുണ്ട്, നല്ല പൈനാപ്പിൾ നിൽക്കുന്ന മാതിരി നിൽപ്പുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. 2 നേരം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ട് ഈ പൂപ്പായിൽ ഉണങ്ങിപ്പോകാനായിട്ട് ഇടവരും. അതിനാണ് ഈ നനച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ഒരുപാട് വെള്ളം കൊണ്ടൊന്നും ഒഴിക്കുകയും ചെയ്യരുത്. ഇപ്പോൾ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ള പദ്ധതി പ്രകാരം നമുക്കും കൃഷിഭവനിൽ നിന്ന് 2 കവർ വിത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ നിങ്ങൾക്കൊക്കെ എന്നേ കിട്ടിക്കാണും, നമുക്കൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇത് കിട്ടാഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും കിട്ടി എന്ന് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇങ്ങനെ എഴുതിയ പ്രകാരം ഞാൻ ഇങ്ങനെ കൃഷി കൃഷി ഓഫീസിൽ ചെന്നപ്പോൾ നമുക്ക് അവിടെ ഇരുന്നവർ 2 കവർ ഇങ്ങനെ തന്നതാണ്. അപ്പം എൻ്റെ കൈവശം വിത്തൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു സത്യത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ PRSൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയയോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കാണ്ട് ഇങ്ങനെ വിത്ത് അയച്ചു തന്നു. നല്ല വിത്തുകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം എല്ലാത്തിൻ്റെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പം നമ്മുടെ തന്നെ പച്ചക്കറികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടുമ്പോഴുണ്ടല്ലോ, അതിന് ചിലപ്പം വലിപ്പക്കുറവൊക്കെ ഉണ്ടാവാറുണ്ട്. കൃഷിയൊക്കെ ചിലപ്പോൾ അങ്ങ് കുറഞ്ഞു പോകാറുണ്ട്, വിളവെടുപ്പൊക്കെ കുറഞ്ഞു പോകാറുണ്ട്. അപ്പം നമ്മൾ മാറ്റി വിത്തുകൾ നടുമ്പോഴും നമുക്ക് നല്ലതുപോലെ വിളവെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് കിട്ടിയതും നല്ല വെണ്ടയ്ക്കയുണ്ട്, കുമ്പളമുണ്ട്, അതുപോലെ തന്നെ പയർ, ചീരവിത്തുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ PRSലെ പ്രിയയ്ക്ക് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. പറഞ്ഞ ഉടനെ എനിക്ക് അയച്ചു വന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പ്രിയക്കുട്ടി. നമുക്കിതെല്ലാം നട്ട് കിളിച്ച് വരുമ്പോൾ ഇതിന് പ്രിയെന്ന് ഞാൻ പേരിടുന്നതായിരിക്കും കേട്ടോ. സത്യത്തിന് നമുക്ക് കണ്ട ഒരു മൂട് വാളരിപ്പയറേ ഉള്ളൂ, എന്നാലും നമുക്ക് ഇഷ്ടം പോലെ വാളരിക്കാണ് നമുക്ക് അതിനകത്തുനിന്ന് പറിക്കാനായിട്ട് കഴിയുന്നത്, കണ്ടില്ലേ? തോട്ട വെച്ചിട്ട് മുകളിൽ നിന്നൊക്കെ പറിച്ചിട്ടതായിരുന്നു. ഇത് മുകളിൽ മൊത്തം ഉണ്ടായിരുന്നു. നമുക്ക് ഫ്രഷായിട്ട് ഇങ്ങനെ പറിച്ച് ഇങ്ങനെ എടുക്കാം. നിലത്ത് ഇരിപ്പുണ്ട് കുറച്ച്, അടിപൊളി. ഇത്ര ഒരുമിച്ച് ആദ്യമായിട്ടാണ് പറിക്കുന്നതല്ലേ? നമുക്ക് ആ തറയിരിക്കുന്നതാണ്, അത് കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട്. അടിപൊളി. അപ്പം എന്തായാലും നമ്മൾ മഴയൊക്കെ പെയ്തപ്പോഴും നമ്മുടെ ഗ്രോ ബാഗിൽ നിന്ന പയറൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പോൾ ഒരു ഗ്രോ ബാഗിനകത്ത് മാത്രമേ നല്ലതുപോലെ വന്നോളായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ അത് മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ല. നമ്മളിപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും ഇവനെ
പിന്നെ നമ്മൾ നടും അല്ലേ. അങ്ങനെ മമ്മി പറമ്പിൽ നട്ടിരിക്കുന്ന ഇത് കുറേ ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കമ്പയിലോട്ട് നല്ലതുപോലെ കയറ് വലിച്ചു കെട്ടിയിട്ട് നമ്മൾ ഓട് കെട്ടിയിട്ടായിരുന്നല്ലോ, അതേപോലെ നമ്മൾ പന്തലൊക്കെ കെട്ടാൻ. അപ്പോൾ തറയിരിക്കുന്നതേ ഉള്ളൂ, എങ്കിലും ഇപ്പം ഭയങ്കര പ്രതീക്ഷയാണ്. മമ്മി ഫുള്ള് പ്ലാനിങ്ങിലാണ്. എന്തായാലും നല്ലതായിട്ട് വരുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നല്ലതുപോലെ വരുന്നുണ്ട് കേട്ടോ, പയറെല്ലാം നല്ലതുപോലെ കിളിച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയ അരിയാണോ? ഇത് കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയത്. ഓക്കെ ഓക്കെ. പ്രിയാൻ്റെ ഇപ്പോൾ എത്തിയതേ ഉള്ളായിരുന്നു, ഇന്നലെ അങ്ങോട്ട് കിട്ടിയതേ ഉള്ളായിരുന്നു. അപ്പോൾ അത് പ്രകാരം നടാം. ഇതിപ്പോൾ നമ്മൾ ഒന്നും നടാത്ത ഒരു തറയായിരുന്നു, കാരണം ഇവിടെ ഒരു പ്ലാവ് നിന്ന് പ്ലാവ് അങ്ങ് മുറിച്ചതുകൊണ്ട് നല്ല വെയിൽ കിട്ടി. വെയിൽ കിട്ടുന്നൊരു സ്ഥലമായിട്ട് മാറി. അപ്പോൾ എന്തായാലും അവിടെ അത്രയും സ്ഥലം വെറുതെ കളയണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ പയറും വെണ്ടയ്ക്കയും മുളകും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നടാമെന്ന് കരുതി. അപ്പോൾ പിന്നെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ കുറേ ഒരു 10-20 മൂട് വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട്, ഒരു 10-12 മൂട് പയർ നട്ടിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ കിളിച്ച് വരുന്നുണ്ട്. അധികം ദിവസമൊന്നും ആയില്ല, കിളിച്ച് ഇത്ര ആയതേ ഉള്ളൂ കേട്ടോ. ഈ പ്ലാവിന് എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യായിരുന്നു. അത് ഉണങ്ങാൻ തുടങ്ങി, അതിൻ്റെ സ്കിന്നൊക്കെ അങ്ങ് ഉണങ്ങാനായിട്ട് തുടങ്ങിയപ്പോഴും നമ്മളതന്നെ അങ്ങ് വെട്ടി മാറ്റി. ഞങ്ങൾ സ്ഥിരം നടക്കുന്ന സ്ഥലം, അപ്പോൾ നമുക്ക് അത് തലയിലങ്ങനെ വീഴുമെന്നൊരു പേടിയുണ്ടായിരുന്നു. നേരത്തെ അങ്ങ് വെട്ടി മാറ്റി തന്നെ. ഇനി ഇതാണ്ട് ഇവിടെ എല്ലാം നമ്മൾ നടാൻ പോവാണ്. ആ ഏരിയ നമുക്ക് ഇത്രയും നമ്മുടെ വെയിലായി തുടങ്ങിയപ്പോഴത്തേക്ക് ആ ഏരിയ മമ്മീനി ഭാഗികമായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലമായിരുന്നു, അതുകൊണ്ടാണ് ഇഞ്ചി അവിടെ നട്ടത്. അപ്പോൾ അതിന് തൊട്ടിപ്പുറത്ത് ഇപ്പം നല്ലതുപോലെ വെയിലൊക്കെ കിട്ടാൻ തുടങ്ങിയല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം അങ്ങ് നടാന്ന് കരുതി. മുളകും നട്ടിട്ടുണ്ട്, കാണാൻ വേണ്ടിയൊന്നും ആയിട്ടില്ല കേട്ടോ. നമ്മൾ പാകി വെച്ചിരുന്നതായ മുളക് ഇപ്പം പറമ്പിലോട്ടൊക്കെ കൊണ്ടുവന്ന് നട്ടിരിക്കുകയാണ്. ഇതിനെ എല്ലാം ഇനി വളർത്തിയെടുക്കണം. ഇതിൻ്റെ പുറകിലാണ് ഇപ്പം എൻ്റെ പണി മൊത്തം. ഗ്രോ ബാഗിനെ തൊട്ടൊക്കെ മുളക് തൈ പറിച്ച് മാറ്റി നട്ടിരിക്കുകയാണ്. ഇപ്പം 2 വീതം വെച്ചിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ 2 വെച്ചിരിക്കുന്നത്. അപ്പം മണ്ണില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യലായിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഞങ്ങൾക്ക് മണ്ണില്ല, ഞങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ കൃഷി ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു. സ്വല്പം മണ്ണിനൊക്കെ വളരെയധികം പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യലായിട്ട് നമ്മളൊന്ന് നോക്കുകയാണ്, ട്രൈ ചെയ്യുവാണ്. ജയിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരാം. കണ്ടോ, ഒട്ടും വെയിറ്റ് ഇല്ല, കണ്ടോ, നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ തൂക്കിയെടുക്കാം. അപ്പോൾ ഈ രീതി ട്രൈ ചെയ്ത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്കതൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ എന്തൊക്കെയാണ് നട്ടേക്കുന്നത്? മുളകുണ്ട്, ഇത് ഒരു 2 മൂട് മുളക് ഞാൻ എടുത്ത് പാകി നട്ടിരിക്കുകയാണ്. നേരത്തെ പയർ പാകി വെച്ചിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ തക്കാളി വഴുതന ഇപ്പം നമ്മുടെ ജൈവ സ്ലറിയൊക്കെ കൊടുത്തിട്ട് നല്ല ആരോഗ്യത്തോടെ ഇങ്ങനെ വളർന്നു വരുവാണ്. 2 ഒരു കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്, കുറേ കൂടെ ഇലയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്തോ കടിച്ചെന്ന് പറഞ്ഞതാണ്ട് വഴുതനയുണ്ടല്ലോ, നമ്മൾ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. കണ്ടു, മറ്റേനെ എല്ലാം എന്തോ ജീവി അന്ന് കടിച്ചു പോയത് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ പുഴുവിനെയൊന്നും നോക്കിയിട്ട് കണ്ടതുമില്ല. ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒച്ച ആയിരിക്കും ചേച്ചിന്ന്, അറിയാൻ വയ്യ. ഇനി രാത്രിയിലൊക്കെ ഉച്ച വന്നിരുന്ന് കടിക്കുന്ന ആർക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഇല മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഈ ഇലയ്ക്ക് ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വലിയ വഴുതന ഇവിടെ നിൽപ്പുണ്ട്. എല്ലാത്തിനും ജൈവ സ്ലറി ഒഴിച്ചു കൊടുത്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ വളമൊന്നും ചേർക്കുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആഴ്ച ഒരു വട്ടമെങ്കിലും ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് കേട്ടോ, വലിയ ബലമൊന്നും പ്രയോഗിക്കരുത്, ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ നല്ല ആരോഗ്യത്തോടെ ഇത് വളർന്നു വരും. പിന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉള്ളിത്തൊലിയും മുട്ടത്തോടും ഒക്കെ കൊണ്ടുവന്ന് കലക്കിയൊക്കെ ഒഴിക്കാൻ കേട്ടോ, ഈ വളമില്ലാത്തവർക്ക്. അപ്പം കടകളിലൊക്കെ അടവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അതാണ് ഏറ്റവും നല്ല വളമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് കലക്കി അങ്ങ് ഒഴിക്കുക. കിച്ചണിലെ വേസ്റ്റ് എന്ന് വെച്ചാൽ മുട്ടത്തോട്, പഴത്തൊലി, തേയിലച്ചണ്ടി, ഉള്ളിത്തൊലി ഒക്കെ നമുക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ട് 2 ദിവസം കൂടുമ്പോൾ അരച്ച് കലക്കിയൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കാം. ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി. ഇവിടെ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴേ പറയും, അച്ഛാ ഞാനും കൃഷി പഠിപ്പിക്കട്ടെ എന്ന്. ഇങ്ങോട്ട് നോക്ക്, സമ്മതിക്കത്തില്ല ഒരു വീഡിയോ എടുക്കാനായിട്ട്. തുള്ളി അങ്ങ് നിൽക്കുക. നമ്മുടെ ബോൾസും ഒക്കെ നല്ലതുപോലെ വിടർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടില്ല, നല്ല കണ്ണ് മേടിച്ച് നിൽക്കുന്ന മാതിരിയാണ്. നല്ലോണം നിൽപ്പുണ്ട്, ഇഷ്ടം പോലെ പൂ, ഇടിവെട്ട് കളറുമായിട്ട്. അല്ല, അവിടെ നിൽക്കുന്ന ഒരു പൂ കണ്ടോ ഇവന്, നല്ല മഞ്ഞക്കിളി മാതിരി നിൽക്കുന്നു. വഴുതനയിലൊക്കെ പൂവൊക്കെ വരുന്നുണ്ട്. വഴുതന കുറേ തറയിലും ഗ്രോ ബാഗിനകത്തോട്ടൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ്ട് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതായ വെണ്ടയ്ക്ക് ഞാനിങ്ങനെ വെണ്ടയുടെ അരി ഇങ്ങനെ പാകി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 4 പരുവാകുമ്പോൾ അതിനെ പറിച്ച് നടണം. അപ്പോൾ ആദ്യമേ നട്ട് നമ്മൾ പറിച്ച് മാറ്റി കഴിഞ്ഞു.
അപ്പം കിട്ടുന്നത് നമ്മളിങ്ങനെ നട്ടുകൊണ്ടേയിരിക്കും. അതിനകത്ത് കിട്ടിയിരുന്ന കുമ്പളങ്ങയുടെ അരിയാണിത്. അപ്പം നമ്മുടെ പയർ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ പലരും പറയാറുണ്ട് നമ്മുടെ പയർ കുരുടി പോകുന്നു. കണ്ടോ നിൽക്കുന്നത്? ഇവന് മനസ്സിലായി കുരുടുന്ന എന്തോന്ന് പറഞ്ഞാൽ ഇതാ സംഭവം. കണ്ടില്ല നിൽക്കുന്നേ? അപ്പം നമ്മളെന്ത് വേണം അതിനെ? അതിനെ അങ്ങ് വെച്ച് കളയണം. അപ്പോൾ അടുത്തേക്ക് വന്നോളൂ. ഈ കുരുടി നിൽക്കുന്നതിനെ അങ്ങ് മാറ്റണം. അല്ലെങ്കിൽ എല്ലാത്തിനും കുരുടണം എന്നുള്ളതായ ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം അതിനെ നമ്മൾ മാറ്റി. അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി കൊലയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അതങ്ങ് പോയിരുന്നായിരുന്നു. അതിനകത്ത് ഒരു പ്രയോഗമൊക്കെ ചെയ്തായിരുന്നു. അതെന്താണ്? ഇങ്ങോട്ട് വന്നേ. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ കൊഴുകൊഴാന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങി വരുമായിരുന്നേ ഈ വാഴയ്ക്കകത്തുനിന്ന്. ഞാൻ വിചാരിച്ച രക്ഷപ്പെടത്തില്ലെന്നായിരുന്നു. പക്ഷെ അത് രക്ഷപ്പെട്ടു. അതിനകത്ത് ഞാനൊരു പ്രയോഗം ചെയ്തു. ട്രിക്ക് ആ ട്രിക്ക് നമ്മൾ വാഴ കൃഷി എന്ന് പറഞ്ഞൊരു വീഡിയോയിൽ കാണിക്കും. ഒരുമിച്ച് പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. അപ്പം നമ്മുടെ വഴുതനങ്ങയൊക്കെ വരുന്നുണ്ടോ? ഇതുണ്ട്. പച്ചയും വെള്ളയും കൂടെ ഉള്ള വഴുതനങ്ങയുണ്ട്. ഇതിനകത്തൊക്കെ പൂവൊക്കെ കാര്യമായിട്ട് വരുന്നുണ്ട്. അടുത്തത് ഇവിടെ വരുന്നുണ്ട്. നല്ല ആരോഗ്യത്തോടുള്ള പൂവാണ്. ഇതിപ്പം പെൺപൂവാണ് വന്നിരിക്കുന്നത്. ഇത് പെട്ടെന്ന് ആരോഗ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ പെൺപൂവ് ആൺപൂവ് അതങ്ങ് കൊഴിഞ്ഞു പോകും. പെൺപൂവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബലത്തെ തണ്ട് നിന്നോളും. നമുക്ക് കായായിട്ടത് കിട്ടും. പച്ചയും വെള്ളയും കൂടെ ഉള്ള വഴുതനങ്ങയാണ്. അതിനകത്തൊക്കെ പെട്ടെന്ന് കാ പിടിക്കും. കണ്ടില്ലേ? താഴ്ന്നേ കാ പിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബന്ദിപ്പൂക്കൾ. അടിപൊളി പൂക്കളാണ്. ഇത് വയലറ്റ് വഴുതന. ഈ വഴുതന എല്ലാം തിന്നുന്ന കാര്യം ഓർക്കുമ്പോഴാണ് ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പാട് എനിക്കറിയാം. നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഒരു വഴുതന നട്ടുപിടിപ്പിച്ച് ഒരു തൈ നട്ടുപിടിപ്പിച്ച് ഒരു കായാക്കി വരണം എന്നുണ്ടെങ്കിൽ എന്ത് പാടാന്നറിയാമോ? അത് കഴിക്കുന്ന പാടോ? അപ്പം നമ്മൾ അന്ന് പറിച്ച് മാറ്റിയ വെണ്ടയ്ക്കാണിത്. ഇതിന് വളം ഇട്ടിട്ടില്ല കേട്ടോ. ഇതിന് ഇത്രയും ആകുമ്പോഴത്തേക്ക് നമുക്ക് ചാണകവും നമ്മുടെ സൂപ്പർ മീലും കൂടെ ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരാഴ്ച കഴിഞ്ഞ് പറിച്ച് നട്ടിട്ട്. അപ്പം മഴയത്ത് നമ്മുടെ പയർ പോയതിന് ശേഷം നട്ടുപിടിപ്പിച്ചതാണിത്. ഇതിപ്പം അത്യാവശ്യം നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. അത് ടെറസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൊക്കഡാമ മേക്കിങ്ങും പിന്നെ നമ്മുടെ ഓണം കൃഷി ചാലഞ്ച് 7ാമത്തെ എപ്പിസോഡും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളും തീർച്ചയായിട്ടും ചെയ്യുക. ഓണത്തിന് നമ്മൾ വിളവെടുത്തില്ലെങ്കിലും പിന്നെ നമുക്ക് മുന്നോട്ട് വേണമല്ലോ, അല്ലേ? നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തുവാണ്? ഓർഗാനിക് ആയിട്ട് വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ചെയ്യുന്നവരെല്ലാം ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഒന്ന് ഹാജർ വെക്കുക, ഞങ്ങൾ ഓണം കൃഷി ചാലഞ്ചിൽ ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് സമയങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.